മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച മലയാള ഗാനം ഏതാണെന്ന് കേട്ടാൽ, അതായത് സിനിമ മലയാള ഗാനം ഏതെന്ന് കേട്ടാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ആത്മവിദ്യാലയമേ എന്ന ഗാനം. കമുറ ആലപിച്ചതാണ്. അതിനിപ്പോൾ 70 വർഷം തികയുകയാണ്. ഏറ്റവും പഴയ തലമുറ മുതൽ ഏറ്റവും ആധുനിക തലമുറ വരെ ഈ ഗാനം സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അടുത്ത തലമുറയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഗാന ചിത്രീകരണം നടന്നത് ഒരു ശ്മശാനത്തിലാണ്. തിക്കുറിശ്ശിയാണ് പാടി അഭിനയിക്കുന്നത്. ഹരിചന്ദ്ര എന്ന സിനിമയിലാണ് ഈ രംഗം. ഈ സിനിമ നിർമ്മിച്ചത് മെരിലാൻഡ് സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശ്മശാനങ്ങൾ സന്ദർശിക്കുകയും ഈ ഗാന ചിത്രീകരണത്തിന് അനുയോജ്യമായ സ്ഥലമാണെന്നൊക്കെ പരിശോധിച്ചു. പക്ഷേ ഒരിടവും ശരിയാവാത്തത് കൊണ്ടാണ് അവസാനം കൊല്ലത്ത് വരികയും കൊല്ലത്ത് പോളയത്തോടുള്ള ശ്മശാനത്തിലാണ് ഈ സിനിമ ഗാനരംഗം ചിത്രീകരിക്കുന്നത്. തിക്കുറിശ്ശി പാടി അഭിനയിക്കുന്നത് നാം യൂട്യൂബിൽ കാണുന്ന ആ പാടി അഭിനയിക്കുന്ന രംഗം, ആ തീയിൽ അതേ ഇങ്ങനെ കൂട്ടിയിടുന്നതും ചിതയിൽ തെറിച്ചു വീഴുന്നതൊക്കെ കൂട്ടിയിടുന്നത് ഒരു കമ്പ് കൊണ്ട്, ഇതൊക്കെ ഈ പോളയത്തോട് ശ്മശാനത്തിലാണ്. ആ ശ്മശാനം ഇന്നുകൊണ്ട് കുറച്ചുകൂടി ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കമൂറയാണ് ഇത് ആലപിച്ചത്. പക്ഷേ ഇത് എഴുതിയ ആളിനെ മലയാളികൾക്ക് അത്ര പിടിയില്ല. അത് തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ എന്ന ആളാണ് അത് എഴുതിയത്. ഈ തിരുനൈനാർ കുറിച്ചി എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ്, പഴയ തിരുവിതാംകൂറിൽപ്പെട്ട സ്ഥലമാണ്. ഈ മാധവൻ നായർ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഈ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പലതും പ്രശസ്തവുമാണ്.